ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോവുക. അത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ഞാൻ കൂടുതലും എല്ലാ സിനിമകളും അത്യാവശ്യം ഞാൻ കാണാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. അതൊരു പ്രത്യേക തരം വൈബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സിനിമ കാണുക, സിനിമ മാത്രം ഫോക്കസ് ചെയ്യുക. ആ ഒരു പ്രത്യേക ഒരു രസമാണ് അത്. അത് എത്ര പേരത് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ എന്നോട് കുറേ പേരൊക്കെ ചോദിക്കാറ്, നീ ഇതിന് ഒറ്റയ്ക്ക് പടത്തിന് പോണേ, എനിക്കൊന്നും ഒറ്റയ്ക്ക് പോകാൻ ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ നല്ല രസമാണ്. കാരണം നമ്മൾ നമ്മളത് പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ അഡിക്റ്റ് ആവും. നമ്മുടെ മറ്റേ ഈ സിനിമയിൽ പറയില്ലേ, മറ്റേ മോഹിനിയാട്ട സിനിമയിൽ ബിബിജീൻ്റെ ഡയലോഗില്ലേ, അതൊക്കെ തുടക്കത്തിൽ തോന്നണതാ, പിന്നെ ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്. അതേപോലെയാണ് നമുക്ക് ഏത് ടൈം വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടേതായ രീതിയിൽ പ്ലാൻ ചെയ്യാൻ കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് തിരഞ്ഞെടുക്കാം. അപ്പം ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു വഴിയിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മളെ സിനിമേനെ കുറിച്ചാവും കൂടുതൽ ചിന്തിക്കുക. ഇതൊക്കെ ഒരു സിനി ഫയലിന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. സാധാരണ ചോദിക്കും എന്താ പ്രാധാറ്റിക്ക് പോയിട്ട് എന്ന് ചോദിക്കും. പക്ഷെ ഒരു സിനി ഫയൽസിനെ അറിയാം, നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മളത് അഫ്കോഴ്സ് ഫ്രണ്ട്സായി പോകുന്നത് അടിപൊളി തന്നെയാണ് കേട്ടോ. ഫ്രണ്ട്സായി പോവുക, സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, ആ ഒരു ഗ്രൂപ്പും അടിപൊളി തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇതാണ് ഇഷ്ടം. ഫ്രണ്ട്സിൻ്റെ ആ ഒരു ലൂപ്പിൽ വിടാനേക്കാളും കൂടുതൽ എനിക്ക് ഈ സോളോ ലൂപ്പാണ് ഇഷ്ടം. ഞാൻ കാരണം വേറെ ഒന്നല്ല, ഇതൊരു ലൂപ്പ് തന്നെയാണ്. ഈ സോളോ ആയിട്ട് നമ്മൾ പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് സോളോ ആയിട്ട് പടങ്ങൾ കാണാനാവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ പോകുന്നു, പടങ്ങൾ കാണുന്നു, ഭയങ്കര എന്താ പറയുക, നമുക്കൊരു പ്രത്യേക ഫീലത്. അത് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമോ രണ്ട് വട്ടമൊക്കെ ഒറ്റയ്ക്ക് പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീലാകുമോ ഒറ്റയ്ക്ക് പടം കാണുമ്പോൾ എന്ത് രസമാണെന്ന്. അത് നമുക്ക് കൂടുതൽ സിനിമയിൽ തന്നെയാവും ഫോക്കസ്. നമ്മൾ സിനിമയിൽ നിന്ന് ഡൈവേർട്ടൊന്നും ആവില്ല. സിനിമ 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 എന്നുള്ള മൈൻഡ് തന്നെയാവും. ഇതിപ്പോൾ പറയാൻ കാര്യം, ഞാൻ ഇന്നലെ ബദ്ലേം കുടുംബ യൂണിറ്റ് ഒറ്റയ്ക്കാണ് കാണാൻ പോയത്. പടം കണ്ടു, കിള്ളം പടം, നല്ല എന്താ പറയുക, അടിപൊളി പടം. പിന്നെ അത് റിവ്യൂ ആയിട്ടൊന്നും പറയാൻ ഞാനില്ല. ജനനായകൻ തന്നെ റിവ്യൂ പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ റിവ്യൂ പറയുക എന്നുള്ള ഒരു സ്കീമില്ല. എനിക്കത് വലിയ താല്പര്യമില്ല. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ് അത്യാവശ്യം. ഞാൻ പറഞ്ഞില്ലേ, പട്ടിക്കൂറ പടങ്ങൾ മാത്രമേ ഞാൻ കാണാത്തുള്ളൂ, ബാക്കി എല്ലാ സിനിമയും അത്യാവശ്യം കാണുന്നതാണ്. ആവറേജ് പടമായ ഒരു ബിലോ ആവറേജ് പടം പോലും ഞാൻ കണ്ടിട്ട് എനിക്ക് വർക്കായ സിനിമകളുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും എൻ്റേതായ ഒരു കാഴ്ചപ്പാടിലാണ് സിനിമ കാണാറ്. ഇപ്പം റിവ്യൂ ഒക്കെ കാണാറൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരിക്കലും നമ്മളൊരു പടത്തിന് പോകാറ്. എനിക്ക് കാണാൻ തോന്നിയാൽ പോകും. ഇപ്പോൾ ഞാൻ ബദ്ലേമിന് ഇന്ന് പോയി, ഇനി ഖലീഫയ്ക്ക് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. മിക്സഡ് റിവ്യൂ ആണ് വരുന്നത്, പക്ഷേ എനിക്കെന്തോ ആ പടം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഞാൻ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു ദിവസം ഖലീഫയ്ക്ക് എന്തായാലും പടയ്ക്കും. ഇനിയിപ്പോൾ നാളെ പടയ്ക്കുമോ എന്നാ പടയ്ക്കുകയെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ സോളോ ആയിട്ട് സിനിമയ്ക്ക് പോണവരൊന്ന് കമൻറ്റ് ചെയ്യും. കാരണം സോളോ സിനിമ കാണലൊരു പ്രത്യേക വൈബാണ്. അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യ് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇതുപോലെ ഗ്രൂപ്പായി പോണവർ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് തോന്നാണ് ഇന്ന് ആരുമില്ലല്ലോ, ഒന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ, കാരണം ഗ്രൂപ്പായി പോകുന്നത് ഒരിക്കലും പൊട്ടയെന്ന് ഞാൻ പറയില്ല. അത് അടിപൊളി കാര്യമാണ്. കാരണം ഞാനും കുറേ ഫ്രണ്ട്സായിട്ട് പോയിട്ട് ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്, ചിരിച്ചും മറിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ. ചില കോമഡി സിനിമയ്ക്ക് പോയിട്ട്, ചില മറ്റേ ആവേശമുള്ള സിനിമയ്ക്കൊക്കെ നല്ല എന്താ പറയുക, ഓടിയിടലും ഭയങ്കര എന്താ പറയുക, നമ്മുടെ ആഘോ ഡാൻസ് കളിയും പാട്ട് കളിയും ഒക്കെ ഉണ്ടാകുന്ന ഈ ഗ്രൂപ്പായി പോകുമ്പോൾ തന്നെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ചില ചില സിനിമകളുണ്ടല്ലോ, ആ സിനിമകളൊക്കെ സോളോ കാണാൻ പറ്റാച്ച പോയി കാണാം. അതൊരു പ്രത്യേക ഒരു എന്താ പറയുക മൊമെൻറ്റ്സാണ്. അത് മിസ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, തിയേറ്ററിൽ നിന്നും മൊബൈൽ നോക്കാൻ വരുന്നവരുടെ ഇതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പണ്ടാറ് പരിപാടി നിർത്തിക്കോ, ദേഷ്യം വരുന്നുണ്ട്. മൊബൈലൊക്കെ നോക്കുക, അതൊന്ന് ആലോചിച്ച് നോക്കി. ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് അതും ഒരു വട്ടമൊന്നുമല്ല, സിനിമയ്ക്കല്ല വന്നേക്കണത്. ഇതേപോലെ ഗ്രൂപ്പായി വന്ന ടീമിലൊരു ടീമാണ്. അതിൽ ഇതൊരുത്തൻ ഗ്രൂപ്പായി വന്നവരാ, അതിലൊരുത്തൻ നിന്ന് മെസ്സേജ് അയക്കുക, പടം തീരുന്ന വരെ മെസ്സേജ് അയക്കലായിരുന്നു. ഞാൻ ഭ്രാന്ത് വന്നിട്ടുണ്ട് നമുക്ക്. ഇങ്ങനത്തെ ടീമുകളൊന്നും വരാതിരിക്കുക പടത്തിന്. വന്നാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് മറ്റെന്താ പറയുക, പ്രൈവസി ക്ലാസ്സോ അങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെ എടുത്തിട്ട് ഇതൊരുമാതിരി മറ്റേ അടുത്ത പരിപാടി പോലത്തെ ഇതാണ്. ഞങ്ങൾ പടം കാണാൻ വരുമ്പോൾ നിങ്ങൾ മൊബൈൽ നോക്കി ഇരുന്നിട്ട് ഞങ്ങളെ എക്സ്പീരിയൻസ് കൂടിയും കൊളാക്കാം. പിന്നെ പടം നല്ലതായതുകൊണ്ട് നമ്മൾ പടം സെറ്റായിട്ടിരുന്ന് കണ്ടു. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഇങ്ങനെയൊക്കെ മാറി മാറിയൊക്കെ കണ്ടത്.
പക്ഷെ എന്നാലും നല്ല രസമായുള്ള പടമായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാ എന്താ പറയുക, നമുക്ക് ചിലത് പടങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് കാണണം. അങ്ങനത്തെ സമയത്തൊക്കെയാണ് ഈ വെറുപ്പീരാവും. അയ്യാലും അപ്പം അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക, സിനിമയ്ക്ക് പോകുന്ന ആൾക്കാർ, ഈ ഫോൺ വിളിക്കല്, ഈ കമൻ്റ് അടിക്കുന്ന കുറേ ടീമുണ്ട്. ചിലതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ചിലതൊക്കെ പട്ടിക്കോറ് സാധനങ്ങളായിരുന്നു. അപ്പം അത്ര തന്നെ. അപ്പോൾ അത്രേ പറയുള്ളൂ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ബൈ. അപ്പം നാളെ കാണാം.